അനാമിക വന്നതിന് ശേഷം ജാനകി ആകെപ്പാടെ മാറിപ്പോകുന്നുണ്ട്. അത്രയും നാളും നയനയെ പൊന്നുപോലെ സ്നേഹിച്ചിരുന്ന ജാനകിയാണെങ്കിലോ ഇപ്പൊ അവളെ കാണുന്നത് ഒരു ശത്രുവിനെ പോലാണ്. വന്നു കയറിയ അനാമിക തന്റെ സ്വന്തം മോളെ പോലെയാണ് കേട്ടോ ജാനകി കാണുന്നത്. അവളെ ജാനകിക്ക് അതുപോലെ ഇഷ്ടമാണ്. നയനയും നന്ദുവൊക്കെ കൂടെ ചേർന്നിട്ട് തന്നെ പറ്റിക്കുകയായിരുന്നെന്ന് കരുതിയിട്ടാണ് ജാനകിക്ക് ഇങ്ങനൊരു മനംമാറ്റം ഉണ്ടായത്. ജാനകി എപ്പോഴും നയനയെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന ഒരു അവസരവും വെറുതെ പാഴാക്കി കളയാറില്ല കേട്ടോ. ജലജയുടെ കൂടെ ചേർന്നിട്ട് അവൾക്കെതിരെയുള്ള പ്ലാനുകളൊക്കെ മെനയുന്നത് ജാനകിയും കൂടിയിട്ടാണ്. വന്നു കയറിയ അനാമികയാണെങ്കിലോ നയനെ കണ്ണിന് കണ്ടുകൂടാ, നവ്യനെയും. അങ്ങനെ അനാമികയും ജലജയും ജാനകിയും ചേർന്നിട്ട് ഓരോരോ പ്ലാനുകൾ ഉണ്ടാക്കി അനന്തപുരത്തടപാട് ആകെപ്പാടെ കുളമാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കെ നയനെ കമ്പനിയിലെ ഹെഡ് ഡിസൈനറായിട്ട് നിയമിക്കുകയാണ് ദേവയാനിയും ആദർശമൊക്കെ. അങ്ങനെ നയന ജോലിക്ക് പോകാൻ വേണ്ടി ആരംഭിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ആകെപ്പാടെ വിഷയമൊക്കെ സീനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ജാനകിയൊക്കെ കൂടിയിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അടുക്കളയിലുള്ള സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റ് എഴുതുകയാണ് ജാനകി. ലിസ്റ്റൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പം ജലജ ഓർക്കാണ് ഈ ഒരു സമയം പാഴാക്കാൻ പാടില്ല, എങ്ങനെയെങ്കിലും രണ്ടിനെ തല്ലിപ്പിരിക്കണമെന്ന് കരുതുന്നുണ്ട്. അങ്ങനെ ജാനകിയോട് പറയാണ്, അല്ല ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ദേവേന ചേച്ചിയല്ലേ, അപ്പൊ പിന്നെ എഴുതുന്ന കാര്യം ദേവേന ചേച്ചിക്ക് കൊടുത്താൽ പോരെന്ന് ചോദിക്കുകയാണ് ജാനകി. നമ്മൾ അടുക്കളയിൽ കിടന്ന് പണിയെടുക്കാനും ലിസ്റ്റ് എഴുതാൻ ദേവയാനിയും വന്ന് കയറുകയാണല്ലേ, മൂത്ത മരുമകളായിട്ടൊന്ന് കയറണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ജാനകി. ഇപ്പുറത്ത് മാറിയിരിക്കാൻ ദേവയാനിക്കും മുത്തശ്ശിക്കും മനസ്സിലാവുന്നുണ്ട് ജലജയുടെ കുത്തുവാക്കും ജാനകിയുടെ ഒറ്റപ്പെടുത്തലും ഒക്കെ. എന്നിട്ട് ജാനകി പറയുന്നുണ്ട്, അതെങ്ങനാ ചേച്ചി, നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലോ, നമ്മളൊരു സ്റ്റോർ റൂമിലെ കാര്യങ്ങൾ നോക്കുന്നുമില്ലല്ലോ, ഈ വീടിന്റെ താക്കോലൊക്കെ ദേവേനയുടെ ഇടുപ്പിൽ തിരികെ വെച്ചിരിക്കുകയല്ലേ, അതിൽ നമുക്കൊരു അവകാശമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അനാമികയും ജാനകിയുടെ കൂടെ തന്നെ ചേർന്നിരുന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് മുത്തശ്ശി പറയാണ്, ഇതെന്താ ജാനകി ഇങ്ങനെയൊക്കെ ആയിപ്പോയത്, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ജാനകി, പെട്ടെന്നവൾക്ക് എന്താ സംഭവിച്ചതെന്നൊക്കെ അവളിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവനി പറയാണ്, ശരി ഇന്ന് വൈകുന്നേരം ഈ വീടിന്റെ താക്കോല് ഞാൻ കൈമാറിയേക്കാം, എല്ലാവർക്കും സമാധാനമാവുമല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ സന്തോഷം ജലജയ്ക്കാണ്. ജലജ ജാനകിയോട് പറയുന്നുണ്ട്, എങ്ങനെയാണ് എന്റെ ബുദ്ധി, കണ്ടില്ല ഇപ്പോ താക്കോൽ നമ്മുടെ അനാമികമ്മളുടെ കയ്യിലാണ് വരാൻ പോന്നേ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അനാമിക ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. എന്തായാലും 30-30 വർഷമായിട്ട് ചേച്ചി കൊണ്ട് കൈയടക്കി നടന്ന താക്കോല അതിപ്പോ നമ്മുടെ കയ്യിലാകാൻ പോവാൻ പോളെന്ന് പറഞ്ഞിട്ട് ജാനകി അനാമികയെ നോക്കി കൈകൊട്ടി ചിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതെല്ലാം കണ്ടിട്ട് ഇതിന്റെയൊക്കെ പോക്ക് ഇങ്ങോട്ടാന്ന് മനസ്സിലാവാതിരിക്കുകയാണ് കേട്ടോ മുത്തശ്ശി ദേവയാനോട് ചോദിക്കുന്നുണ്ട്, എന്താ ദേവയാന നീ കാണിച്ചത്, ഈ വീടിന്റെ മൂത്ത മരുമകളുടെ സ്ഥാനം നിനക്കാണ്, ആഗതിയിൽ നിന്റെ കയ്യിലെ താക്കോൽ ഇരിക്കണ്ടെന്ന് പറയുമ്പോഴേക്കും ദേവയാനി പറയാണ്, അല്ലമ്മേ അതിനിപ്പം പല തർക്കങ്ങളും ഉണ്ടായ സ്ഥിതിക്ക് അതെന്റെ കയ്യിലിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെ വൈകുന്നേരം ആവുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് വീട്ടിലെല്ലാവരും എത്തുന്നുണ്ട്. ഓഫീസിലേക്ക് പോയ നയനയും വരുന്നുണ്ട്. നയന വന്ന് കയറിയ പാടെ ദേവയാനി പറയാണ്, എല്ലാരും ഇങ്ങോട്ട് നീങ്ങി നിൽക്കണം, എനിക്കൊരു കാര്യം പറയണ്ടെന്ന് പറയുമ്പം എല്ലാവരും ചോദിക്കുകയാണ് എന്താ കാര്യമെന്ന്. അപ്പോൾ രാവിലെ ഉണ്ടായ സംസാരത്തെ പറ്റിയും ആ താക്കോലിന്റെ കാര്യത്തെ പറ്റിയൊക്കെ ദേവയാനി എല്ലാവരോടും പറയുന്നുണ്ട്. എന്തായാലും ജാനകി ഈ താക്കോൽ കൈമാറ്റം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതെന്തായാലും ഞാൻ ചെയ്തേ പറ്റുള്ളൂ, ഞാൻ ചെയ്യാൻ പോവാണോ എന്ന് പറയാണ്. ജാനകിയൊക്കെ സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ ഒരു സമയത്തായിരിക്കും ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നത്. ദേവയാനി ആ താക്കോലുണ്ടല്ലോ നയന ഇങ്ങോട്ട് വാങ്ങും പറഞ്ഞിട്ട് നയനയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടത് ആകെപ്പാടെ അങ്ങ് ഷോക്കായിരിക്കാണ് കേട്ടോ ജാനകിയും അനാമികയും. നയന, അയ്യോ അമ്മേ എന്താ ഇത്, എനിക്കിതൊന്നും വേണ്ടെന്ന് പറയുമ്പം മൂത്ത മരുമകൾക്കാണ് വീടിന്റെ താക്കോലിന് അധികാരം. ഞാൻ വീട്ടിലേക്ക് വന്നു കയറിയ ഉടനെ എൻ്റെ അമ്മ എനിക്കത് തന്നു, ഞാൻ എൻ്റെ മരുമകൾക്ക് നൽകാൻ പോവാ, ഇനി നീ കൊടുക്കേണ്ടത് നിന്റെ മരുമകൾക്കാണ് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും ആകെപ്പാടെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ ജാനകിയും മരുമകളും ഒക്കെ. അങ്ങനെ മുത്തശ്ശിക്കാണെങ്കിൽ നല്ല സന്തോഷമാകുന്നുണ്ട്. രാവിലെ ജാനകിയുടെ ആ വർത്താനത്തിന് മുത്തശ്ശിക്ക് നടനം കൊടുക്കാൻ തോന്നിയതാ. എന്തായാലും അത് ഇങ്ങനെയൊക്കെ ഒന്ന് സംഭവിച്ചു തന്നെ വലിയ കാര്യമെന്ന് ഓർത്ത് മുത്തശ്ശിയും നിൽക്കുന്നുണ്ട്. നയന വളരെ ഹാപ്പി ആവുന്നുണ്ട്. ഇതുപോലെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സ് ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. മിയാസി, താങ്ക്സ് ഫോർ വാച്ചിങ്.